Assalamualaikum, welcome back to my channel. First time എൻ്റെ vlog കാണുന്നവരാണെങ്കിൽ please don't forget to subscribe. Today's vlog is all about how this lazy day slowly turned into good one. ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സിമ്പിൾ ലേസി ലഞ്ച് പ്രിപ്പറേഷനും ഈവനിങ് സ്നാക്ക് പ്രിപ്പറേഷനും പിന്നെ ഡേ ഒന്ന് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാം നൈറ്റ് ഔട്ടിങ്ങും. സം ഡേയ്സ് ആർ ജസ്റ്റ് ലേസി ഡേയ്സ്. ഒന്നും ചെയ്യാൻ തോന്നില്ല. ഹൗസ് ഫുള്ള് മെസ്സി ആയിരിക്കും, സിങ്ക് ഫുള്ള് വാഷ് ചെയ്യാനുള്ള ഡിഷ് ഉണ്ടാവും, ബട്ട് ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരിക്കാൻ തോന്നും ചില ഡേയ്സ്. ടുഡേ വാസ് വൺ ഓഫ് ദോസ് ഡേയ്സ് ഫോർ മീ. ഞാൻ റൂമിൽ വെറുതെ ഒന്ന് ക്ലീൻ ആക്കാനോ അല്ലെങ്കിൽ ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ ഒക്കെ മടിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. ആൻഡ് യു നോ വാട്ട്, ആഫ്റ്റർ എ സർട്ടൻ ഏജ് എല്ലാ ഗേൾസിനും സെയിം വൈബുള്ള ഫ്രീലി എല്ലാ കാര്യങ്ങളും ടോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടാവണം. അങ്ങനത്തെ ഫ്രണ്ട്സിനെ അവരറിയാണ്ട് തന്നെ നമ്മളെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാം, ലൈഫിനെ കുറിച്ച് ടോക്ക് ചെയ്യാം, തോട്ട്സ് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട വെറുതെ കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇറ്റ് റിയലി റീചാർജസ് അസ്. ഒരു ഹോം മേക്കറിന് അല്ലെങ്കിൽ ഏതൊരു വുമണിനും ഫ്രണ്ട്സ് പ്ലേ സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദെയർ ലൈഫ്. ദ റിമൈൻഡ് us that it's okay to pause, to step out and to take time for ourselves. അൽഹംദുലില്ലാ, കുറച്ചാണെങ്കിലും ഐ ഹാവ് സച്ച് ഫ്രണ്ട്സ്. ചില ടൈമിൽ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഗുഡ് കൺവെർസേഷൻ മാത്രം മതി ടു ഫീൽ അലൈവ് അഗൈൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു മോനെ സ്കൂളിൽ പോയിട്ട് പിക്ക് ചെയ്ത് തിരിച്ച് റൂമിലെത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ലഞ്ചിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എനിക്ക് ലേസി ഡേ ആയതുകൊണ്ട് റൂമിലൊന്നും ഓർഡറിലല്ല ഉണ്ടായത്. രാവിലെ സിങ്കിലിട്ട് പോയ ഡിഷസൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ബട്ട് സംടൈംസ് ഓൾ വി നീഡ് ഇസ് എ സ്മോൾ ബ്രേക്ക് ടു ഫീൽ ബെറ്റർ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കുറേ നേരത്തെ സംസാരവും ഒക്കെ എന്നെ ഒന്നും കൂടെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. നൗ ബാക്ക് ടു റിയാലിറ്റി. ഹൗസ് ഫുള്ള് ക്ലീൻ ആക്കണം, ഡിഷസൊക്കെ വാഷ് ചെയ്തെടുക്കണം, അങ്ങനെ സ്ലോലി എല്ലാം ബാക്ക് ഇൻ പ്ലേസ് കൊണ്ടുവരണം. ഒരു ഹോം മേക്കറിൻ്റെ ലൈഫിലെ മോസ്റ്റ് ലേസി ഡേയ്സ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. വർക്ക് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. നമ്മൾ എനർജി തിരിച്ചു കിട്ടുന്നവരെ അത് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടാവും. ഫാൻസി ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ഓരോന്ന് മെല്ലെ മെല്ലെ ചെയ്ത് തീർക്കണം. കുറച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്, ഒരു ക്വിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയും വേണം. അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഡേയ്സിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ ഡേയ്സ് എന്ന് പറയാൻ പറ്റില്ല, മോസ്റ്റ്ലി എല്ലാ ഡേയ്സും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. ബട്ട് എല്ലാ ഡേയ്സും ഞാൻ ഒരു ബാലൻസ്ഡ് മീലാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്, കുറച്ച് വെജിറ്റബിൾസും ഫിഷും അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇന്ന് വെജീസ് ഒന്നും ആക്കുന്നില്ല, ചിക്കൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷ് മാത്രം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇവിടെ വന്ന ഗസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. കുറേ പേര് റെസിപ്പിയൊക്കെ വാങ്ങിയിട്ട് എൻ്റെ അടുത്തുനിന്ന് പോയിട്ടുമുണ്ട്. കൂടുതൽ എഫേർട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയുമാണ്. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറേ ഗാർലിക്കും ഡ്രൈഡ് ചില്ലി, റെഡ് ചില്ലി, അത് കാശ്മീരി റെഡ് ചില്ലി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല റെഡ് കളർ കിട്ടും. എൻ്റേത് കാശ്മീരി അല്ലാത്തതുകൊണ്ടാണ് അത്ര റെഡ് ആയിട്ടില്ലാത്തത്. അപ്പം അതാകുമ്പോൾ കാശ്മീരി ആകുമ്പോൾ കുറച്ചും കൂടിയും രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ടേസ്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. പിന്നെ നല്ലോണം കറി ലീവ്സും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. കരിഞ്ഞു പോവാതൊന്ന് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. കരിഞ്ഞു പോയാൽ കംപ്ലീറ്റ് ടേസ്റ്റ് മാറും ഇതിൻ്റെ. കരിഞ്ഞു പോകാനും പാടില്ല, പക്ഷെ ഗാർലിക്കൊക്കെ നല്ലൊന്ന് റോസ്റ്റായിട്ട് വരികയും വേണം. എന്നിട്ടൊന്ന് ചൂട് തണിഞ്ഞിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കുക. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല, ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അഥവാ കുറച്ച് ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ചിക്കനിലിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഉപ്പും ആഡ് ചെയ്യണേ, ഉപ്പ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കൻ കുക്കാവുന്ന വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ട്, ഗ്രേവി ഇല്ലാതെ ചിക്കൻ മാത്രം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ ബാച്ചായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ചിക്കൻ ഓൾറെഡി കുക്ക്ഡ് ആയിരിക്കും. അപ്പോൾ പിന്നെയും കുറേ നേരം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ബാക്കി ഇതിൽ വരുന്ന ഗ്രേവി ഉണ്ടല്ലോ അതും കൂടെ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിലിടുന്ന ഗാർലിക്കിനും റെഡ് ചില്ലിക്കൊന്നും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും വെക്കാറില്ല കേട്ടോ. ഗാർലിക് എത്ര കൂടുതൽ ഇടുന്നോ അത്ര കൂടുതൽ ഗ്രേവി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റെഡ് ചില്ലി ഓരോ ആൾക്കാരെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇടുക. കറിവേപ്പിലയും അത്യാവശ്യം നല്ലോണം ഇടുക. ഇഞ്ചിൻ്റെ പീസ് ചെറുത് മാത്രം മതി. എത്ര ഗാർലിക് എടുക്കുന്നുണ്ടെങ്കിലും ഞാനൊരു ചെറിയ പീസ് ജിഞ്ചർ മാത്രമേ ഇടാറുള്ളൂ. ഇത് ഞാൻ കുറേ മുന്നേ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പക്ഷേ എക്സാക്ട്ലി ഇതായിരിക്കില്ല ആ റെസിപ്പി. ഞാൻ അന്ന് കണ്ട ആ ഒരു ഓർമ്മയിൽ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ എന്തായാലും നമ്മളതായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുമല്ലോ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു, അതൊക്കെ കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി ഈവനിങ് 6 o'clock ഒക്കെ ആയി. ഞാൻ ചായക്ക് എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയെങ്കിലും ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നു. നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തയച്ചിട്ടുള്ള കുറച്ച് കടുക്ക ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. കല്ലുമ്മക്കായ്ക്കാണ് കേട്ടോ നമ്മളവിടെ ലോക്കലി കടുക്ക എന്ന് പറയുന്നത്. കല്ലുമ്മക്കായി എന്നും പറയും, കടുക്ക എന്നും പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കല്ലുമ്മക്കായ് ബൈറ്റ്സാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ആകെ കുറച്ച് കടുക്കേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ. കുറേ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടില്ല. പിന്നെ ഞാൻ അരി സോക്ക് ചെയ്ത് അത് അരച്ചിട്ടൊന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. പുട്ടുപൊടിയും അരിപ്പൊടിയും യൂസ് ചെയ്തിട്ടാണ്. വേറെ മാറ്റമൊന്നുമില്ല. കുറച്ച് കൂടുതൽ പുട്ടുപൊടി എടുക്കുക, അതിനെക്കാട്ട് കുറച്ച് കുറവ് അരിപ്പൊടി എടുക്കുക. പിന്നെ തേങ്ങയിൽ ജീരകവും പിന്നെ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ പൊടിയിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കല്ലുമ്മക്കായ് ബോയിൽ ചെയ്തിട്ട് കിട്ടുന്ന വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ചാൽ നല്ല ഫ്ലേവർ കിട്ടും, കല്ലുമ്മക്കായിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ ആദ്യം തന്നെ കല്ലുമ്മക്കായ് ബോയിൽ ചെയ്യുമ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ബോയിൽ ചെയ്താൽ ഈ വെള്ളത്തിൽ അധികം പൊടികളും കച്ചറയും ഒന്നും ഉണ്ടാവില്ല. എന്നാലും അത് കുറച്ച് നേരം വെച്ചിട്ട് അടിയിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അടിയിലേക്ക് നല്ലോണം സെറ്റായി കഴിഞ്ഞിട്ട് മുകളിലത്തെ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായ് നിറച്ചത് ചെയ്യുമ്പോൾ തന്നെ സ്റ്റീം ചെയ്യാൻ വെക്കുക. അതൊന്ന് സ്റ്റീമായി കുക്കായി കഴിഞ്ഞാൽ ഓരോ ബോൾസായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് സാധാ പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഇതിലേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് എക്സ്ട്രാ കറിവേപ്പിലിൻ്റെ ഫ്ലേവറും കൂടെ കിട്ടും. അതും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. കല്ലുമ്മക്കായ് നിറച്ചതിൻ്റെ സെയിം ടേസ്റ്റാണ്, പക്ഷെ അത്ര പണിയില്ല. കല്ലുമ്മക്കായ് നിറച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നും പൊളിച്ചെടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ ആണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ അത്ര പണിയില്ല, പക്ഷെ സെയിം ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. സെയിം ടേസ്റ്റ് എന്ന് പറയുന്നതിനേക്കാട്ടും എനിക്ക് തോന്നുന്നു കല്ലുമ്മക്കായൻ്റെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെയാണ് വരുന്നതെന്ന്. മറ്റേതാകുമ്പോൾ കൂടുതൽ അരിയാണ് കിട്ടുക. ഇതിൽ ഓരോ ബൈറ്റിലും നമുക്ക് കല്ലുമ്മക്കായ് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ചായ കുടിച്ചു. ചായ കുടിക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 7 o'clock ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി. നാളെ സാറ്റർഡേ ആണ്. ഫ്രൈഡേ ഈവനിങ് ആകുമ്പോൾ തന്നെ നമുക്ക് വീക്കെൻഡ് മോഡ് സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മൾ എക്സ്പോയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. കുറേ കാലത്തിന് ശേഷമാണ് എക്സ്പോയിലേക്ക് ഇപ്പോൾ പോകുന്നത്. എക്സ്പോ 2020 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മെമ്മറീസ് ഉണ്ട്. ഓൾമോസ്റ്റ് എവറി ഡേ വർക്കൊക്കെ കഴിഞ്ഞ് ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഒരു ഡിഫറെൻറ്റ് വൈബാണ് അന്നുണ്ടായത്. ഇവിടെ ഇങ്ങനെ നടക്കാനും ലേറ്റ് നൈറ്റ് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും ഓരോ ഷോസൊക്കെ എൻജോയ് ചെയ്യാനും ഒക്കെ ഒരു രസമായിരുന്നു. ഇപ്പോഴും ആ ഡേയ്സൊക്കെ ഒന്ന് തിങ്ക് ചെയ്യുമ്പം ഇറ്റ് ബ്രിങ്സ് ബാക്ക് സച്ച് വാം നൊസ്റ്റാൾജിക് മെമ്മറീസ്. എക്സ്പോൻ്റെ ആ ഒരു വേർഷന് നമ്മൾ റിയലി മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വരുമ്പം ആ മെമ്മറീസൊക്കെ വന്ന് ഹിറ്റ് ചെയ്യും. ആ ഒരു സെയിം വൈബ് ഇപ്പോൾ ഇവിടെ കിട്ടാറില്ല. ബട്ട് സ്റ്റിൽ അൽവാസൽ ഡോമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം തിരിച്ച് എക്സ്പോ 2020 ഡേയ്സിലേക്ക് കൊണ്ടുപോകും. That feeling, that energy, that unforgettable phase of life. ഇന്ന് നമ്മൾ ഇവിടേക്ക് വന്നത് ഒരു റീല് കണ്ടിട്ടാണ് കേട്ടോ. ഒരു ലൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു റീല് കണ്ടു. സോ വി ഡിസൈഡഡ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. ബട്ട് അങ്ങനെ ലൈറ്റ് ഫെസ്റ്റിവൽ എന്ന് പറയാൻ മാത്രം ഉണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അവിടെയും ഇവിടെയായിട്ട് കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കാണാനൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ നത്തിങ് വെരി ഗ്രാൻഡ് ഓർ എക്സൈറ്റിങ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഫെൽറ്റ് നൈസ് ടു വാക്ക് അറൗണ്ട്. ആ ഒരു വെതറും ആ ഒരു സ്പേസും പിന്നെ കാം സറൗണ്ടിങ്ങും മെയ്ഡ് ഇറ്റ് എൻജോയബിൾ.
മോൻ അവിടെ പാർക്കിൽ പോയിട്ട് കുറേ നേരം കളിച്ചു. അവൻ നല്ലോണം എൻജോയ് ചെയ്തു. നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ചു, ആ ഒരു വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിരുന്നു. ചില സമയത്ത് എത്ര വലിയ പ്ലേസ് ആണെന്നോ അല്ലെങ്കിൽ പ്ലേസ് എത്ര സ്പെഷ്യലാണെന്നോ എന്നൊന്നല്ല. ഇറ്റ്സ് അബൌട്ട് ബീയിങ് ടുഗെദർ, സ്ലോയിങ് ഡൗൺ ആൻഡ് എൻജോയിങ് ദ മൂമെൻറ്റ്. ആൻഡ് നമുക്ക് ആ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ നമ്മളവിടെ കുറേ നേരം ഇരുന്ന് കുറേ ലേറ്റായിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. ലേസി ഡേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ബട്ട് എൻഡഡ് വിത്ത് സിമ്പിൾ ഹാപ്പിനെസ് ആൻഡ് ഗുഡ് വൈബ്സ്. ഹോപ്പ് യു ഓൾ എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. പിന്നെ ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. That's all for today. Thanks for watching. Take care and see you in the next one. Bye bye.